നമസ്കാരം. അഗോർവിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 നമ്മൾ നോക്കാൻ പോകുന്നത് വിഷുഫലമാണ്. വിഷുഫലത്തിൽ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് നോക്കുന്നത്. മര, ചതയം, പൂരുരുട്ടായുധ മുക്കാൽ ഭാഗം ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ ഒരു വിഷുക്കാലം വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ വളരെ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നിലവാരം ഉയരുകയും ഏറ്റവും ഗുണങ്ങൾ വരികയും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും ധാരാളം വിദേശ സമ്പാദ്യം നിക്ഷേപങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയായിരിക്കും. എല്ലാ മേഖലകളിലും ഇവർക്കൊരു ഉന്മേഷവും സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. എല്ലാ കാര്യത്തിലും കുംഭക്കൂറുകാർക്ക് ഈ ഒരു 2026 വിഷുഫലത്തിൽ ഏത് പ്രവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെട്ടാലും അതിൽ വിജയം സുനിശ്ചിതമാണ്. എങ്കിൽ പോലും നിങ്ങൾ ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മാത്രം മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു സമയമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സന്തോഷവും തേടി വരുന്ന സമയമായിരിക്കും കുംഭക്കൂറുകാർക്ക്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും വീടുകൾ പണിയാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ്. വസ്തുവകകൾ വാങ്ങിക്കാനും ഈ കുംഭക്കൂറുകാർക്ക് ഈ ഒരു സമയം അനുയോജ്യമായി കാണുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയായിരിക്കും കുംഭക്കൂറുകാർ കടന്നു പോകുന്നത്. എന്തായാലും കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, വര, ചതയം, പൂരുരുട്ടാതിര മുക്കാൽ ഭാഗം ചേർന്ന ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഗുണാനുഭവങ്ങളും വന്നു ചേരും. ആ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഫലത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചില പരിഹാരങ്ങളും കൂടി കൊണ്ട് മുന്നോട്ട് പോവുക. ശനീശ്വരനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ചില പരിഹാരങ്ങളും വഴിപാടുകളൊക്കെ ചെയ്യുക. അതേപോലെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെ നീരാഞ്ജനം എല്ലാ ശനിയാഴ്ചകളും കഴിക്കുക. അപ്പോൾ ഈ കുംഭക്കൂറുകാർക്ക് എല്ലാവിധ ഗുണങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെയാണ് ഹനുമാനെ ഭജിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് മഹാദേവനെ പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ മൃത്യുഞ്ജയ മന്ത്രാർച്ചന ചെയ്യുന്നതും ഇവർക്ക് ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവർക്ക് ഏറ്റവും നല്ലതായിരിക്കും. എന്തായാലും കുംഭക്കൂറുകാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഈ ഒരു വിഷുക്കാലം സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്